നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ആഘോഷമായി പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം. വർണ്ണക്കാഴ്ചയായി കാവടിയാട്ടം. പുതുക്കാട് അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ തിരുനാൾ ഈ മാസം 22-ന്. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആഘോഷമായി പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം. രാവിലെ ശീവേലി എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. ഉച്ചയ്ക്ക് ക്ഷേത്ര സന്നിധാനത്ത് വർണ്ണാഭമായ കാവടിയാട്ടം നടത്തി. പീലിക്കാവടികളും പൂക്കാവടികളും ചിന്ത്കാവടികളും അണിനിരന്നു. പറയെഴുന്നള്ളിപ്പ്, വൈകിട്ട് ദീപാരാധന, നാദസ്വരം എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എത്തിയത്. പരിപാടിക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ക്ഷേത്ര മേൽശാന്തി സനൽ നമ്പൂതിരി, പ്രസിഡന്റ് ദിവാകരൻ കൊല്ലേരി, സെക്രട്ടറി മോഹനൻ കീളത്ത്, ട്രഷറർ രാമദാസ് കൊല്ലേരി, വൈസ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി കൊല്ലേരി, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ കൊല്ലേരി, കൺവീനർ അനൂപ് കുമാർ കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ലിറ്റർ കണക്കിന് ജലമാണ് പാഴായി പോകുന്നത്. റോഡിന്റെ ഒരു വശം മുഴുവൻ വെള്ളം കുത്തി ഒഴുകുകയാണ്. റോഡിലൂടെ വെള്ളം പാഴാകുന്നത് യാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുന്നു. അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മല മാതാവിൻ പള്ളിയിലെ തിരുനാൾ ഈ മാസം 22-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, വൈകിട്ട് 5:25-ന് ജപമാല, ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, നൊവേന, നേർച്ച ഊട്ട് എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 8-ന് നാടകം അരങ്ങേറും. 20-ന് വൈകിട്ട് 8-ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം KK രാമചന്ദ്രൻ MLA നിർവഹിക്കും. 21-ന് രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, അമ്പ് വെഞ്ചിരിപ്പ്, കൂട് തുറക്കൽ ശുശ്രൂഷകൾ നടക്കും. രാത്രി 7-ന് വേസ്പര, വർണ്ണമഴ. 11 മണിക്ക് അമ്പ് സമാപനം. തിങ്കളാഴ്ച രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ റോയ് വേളക്കൊമ്പിൽ സന്ദേശം നൽകും. ഫാദർ റെമി വടക്കൻ സഹകാർമ്മികനാകും. വൈകുന്നേരം 4-ന് ഫാദർ ലിൻഡേഷ് വെല്ലപ്പാടി കാർമ്മികനായ വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, വർണ്ണമഴ, ബാൻഡ് വാദ്യവും നടക്കും. 23-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലി, വൈകുന്നേരം 4:30-ന് ജപമാല, വിശുദ്ധ കുർബാന. രാത്രി 7-ന് ഗാനമേളയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി, ജനറൽ കൺവീനർ സെബി ഒല്ലുകാരൻ, കൈക്കാരൻ പ്രിൻഡോ തോമസ് പനങ്കുളം, ജോയിന്റ് കൺവീനർ ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പങ്കെടുത്തു. ചെങ്ങാലൂരെ പരിശുദ്ധ കർമ്മലമാത ഇടവകയുടെ ഈ വർഷത്തെ തിരുനാൾ 2024 ജനുവരി 21, 22, 23 തീയതികളിലായിട്ട് ആഘോഷിക്കുകയാണ്. തിരുനാളിൻ്റെ കൊടികയറ്റം ഇക്കഴിഞ്ഞ 13-ാം തീയതി ശനിയാഴ്ച നിർവഹിക്കപ്പെടുകയുണ്ടായി. കൊടികയറ്റത്തിന് ശേഷം തിരുനാൾ വരെയുള്ള ദിവസങ്ങളിലെ തിരുനാളിനൊരുക്കമായിട്ടുള്ള നവന തിരുക്രമങ്ങൾ സന്ധ്യാസമയത്ത് ഈ കഴിഞ്ഞ ശനിയാഴ്ച 13-ാം തീയതിയാണ് നമ്മുടെ പെരുന്നാളിൽ കൊടിയേറിയിട്ടുള്ളത്. നമ്മളെല്ലാ മാസവും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ 16-ാം തീയതി ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ നവനാളിൻ്റെ ഇടയിലും, അതായത് നാളെ 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷമായിട്ട് നടത്തുന്നുണ്ട്. തിരുനാളിനോടനുബന്ധിച്ചുള്ള നാടകം, ഗാനമേള, വർണ്ണമഴ, ബാൻഡ് വാദ്യ മത്സരം എന്നിവയ്ക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. ജ്വാല 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷയായി. യുവഗായകൻ CA സനു മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ്, SMC ചെയർമാൻ NV സുഭാഷ് ചന്ദ്രബോസ്, MPTA പ്രസിഡന്റ് ജിസി ടിറ്റൻ, OSO സെക്രട്ടറി മധു തൈശുവളപ്പിൽ, സ്കൂൾ പ്രധാന അധ്യാപിക A എലിസബത്ത്,
പ്രിൻസിപ്പൽ ഇൻചാർജ് CR മിനി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കല്ലൂർ തൃക്കൂർ മേഖലാ കരയോഗങ്ങളുടെ തിരുവാതിരക്കളി മത്സരം നായരങ്ങാടിയിൽ സംഘടിപ്പിച്ചു. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് PR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ കല്ലൂർ മേഖലാ പ്രതിനിധി നന്ദൻ പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, താലൂക്ക് യൂണിയൻ സെക്രട്ടറി, മറ്റു മേഖലാ പ്രതിനിധികൾ, കരയോഗം ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പൂക്കോട് പ്രദേശത്ത് മദ്യലഹരിയിലായ യുവാവിന്റെ വിളയാട്ടം. വൈദ്യുതി പോസ്റ്റിൽ സ്ഥാപിച്ചിരുന്ന കേബിളുകൾ നശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. മേഖലയിലെ 100ഓളം വീടുകളിലേക്കുള്ള ഇന്റർനെറ്റ്, കേബിൾ TV സർവീസുകൾ മുടങ്ങി. യുവാവ് കേബിളുകൾ നശിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തായി. പ്രദേശത്ത് ഏറെ നേരം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് യുവാവ് ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ചു. കേരള വിഷൻ അധികൃതർ എത്തിയാണ് ഇന്റർനെറ്റ്, കേബിൾ TV സർവീസും മണിക്കൂറുകൾക്കകം പുനഃസ്ഥാപിച്ചത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ വിൽസൺ മൂക്കനാം പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫെമിൻ ചിറ്റിലപ്പള്ളി സന്ദേശം നൽകി. ഉച്ചകഴിഞ്ഞ് ഇടവകയിലെ വൈദികരുടെ കാർമ്മികത്വത്തിലുള്ള ദിവ്യബലിക്കു ശേഷം നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ പൊൻകുരിശുകളും മുത്തുക്കുടകളും ഏന്തി നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി നേതൃത്വം നൽകി. 3 മുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനം ഇടവക വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ അഗസ്റ്റിൻ കൂന്തിലി, സപ്ലിമെന്റ് കൺവീനർ സോബിൻ തോട്ടിയാൻ, ജോയിന്റ് കൺവീനർ വർഗീസ് ചേറങ്ങാടൻ എന്നിവർ സന്നിഹിതരായി. മതമൈത്രിയുടേത് കൂടിയായി വരാക്ര പൂരത്തിന്റെ ചടങ്ങുകൾ. എല്ലാ വർഷവും പൂരത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി തെക്കുമുറി പൂരസെറ്റ് രാത്രി പൂരം തിരികെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ കപ്പേളയുടെ മുൻപിൽ വെളിച്ചപ്പാട് പറന്നിറക്കുകയും കോലമേന്തിയ ആന ആചാരം ചെയ്ത് താലപ്പൊലിയായിട്ടാണ് വരാക്ര അമ്പലത്തിലേക്ക് പോവുക. രാത്രി 2 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ. കമ്മിറ്റിക്കാരും വെളിച്ചപ്പാടും പുണ്യവാളന്റെ മുൻപിൽ തിരിതെളിച്ചതിനു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിക്കുക. കപ്പേളയിൽ വൻ തിരക്കാണ് ഈ ചടങ്ങുകൾക്ക്. പൂരത്തിന് ആശംസകൾ അർപ്പിക്കാൻ ഇടവക വികാരിയും കമ്മിറ്റിക്കാരും ചമയ പ്രദർശന ദിവസം എത്തിയിരുന്നു. പൂരത്തോടനുബന്ധിച്ചു വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം പള്ളിയിലും സ്കൂളിലും ഗ്രൗണ്ടിലുമായി നൽകിയിരുന്നു. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനും ഓഗസ്റ്റ് 15 തിരുനാളിനും അമ്പല കമ്മിറ്റി അംഗങ്ങളും പള്ളിയിലെത്തി ആശംസകൾ നേരാറുണ്ട്. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃക അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഈ ഒത്തുചേരലിലൂടെ. മേളാസ്വാദനത്തിന്റെ പതിവ് രീതികളെ മാറ്റിയെഴുതിയ അരണാട്ടുകര സ്വദേശിയായ ടൈറ്റസ് ഈനാശു വരാക്കര പൂരത്തിനുമെത്തി. പൂരപ്പറമ്പിൽ മേളം താളത്തിൽ കൊട്ടിക്കയറുമ്പോൾ എല്ലാവരിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ ചെണ്ടക്കോലുകൾക്കൊപ്പം തുള്ളുന്ന ആളെ കണ്ടാൽ പരിചയമില്ലാത്തവർ ഏതോ മദ്യപാനിയാണെന്ന് വിചാരിക്കും. പക്ഷെ ആളെക്കുറിച്ച് അറിയുമ്പോൾ ആരും അന്തം വിട്ടുപോകും. എക്സൈസ് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ടൈറ്റസ്. ജോലിക്കിടയിലും അദ്ദേഹം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പൂരപ്പറമ്പുകളിലെത്താൻ സമയം കണ്ടെത്തിയിരുന്നു. ശരിയായ മേളവും താളവും തിയറികളായി അറിയില്ലെങ്കിലും മേളാസ്വാദനത്തിന്റെ വേറിട്ട ലെവലുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രം. മേളക്കാരുടെ പരിചയക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. മേളത്തിന് പോകുമ്പോൾ ചിലർ ടൈറ്റസിനെയും ക്ഷണിക്കാറുണ്ട്. SNDP യോഗം തെക്കേത്തുറവ് ശാഖയുടെയും വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് എന്നിവയുടെയും സംയുക്ത വാർഷികവും പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. രാവിലെ 9-ന് നടക്കുന്ന യോഗം SNDP പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് കൃഷ്ണസ്വാമി അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ശാഖാംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PR വിജയകുമാർ, ജിതിൻ ലാൽ, വൈസ് പ്രസിഡന്റ് ബേബി കിടായിൽ, ഡയറക്ടർ ബോർഡ് അംഗം രഘു, രാജീവ് കരോട്ട്, ഗുരുമന്ദിര പുനർനിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ഗോപിചന്ദ്രൻ, KK സനി, ശാഖ സെക്രട്ടറി പ്രേമചന്ദ്രൻ, യൂണിയൻ വനിതാ സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജിഷ ഷൺമുഖൻ, ഗിരിജ തിലകൻ, യൂത്ത് മൂവ്മെന്റ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം നിവിൻ ചെറാക്കുളം, കിനോ ചേർക്കര,
വടക്കേത്തുറവ് ശാഖാ ഭാരവാഹികളായ സെൽവരാജ് പെരുമറത്ത്, PR തിലകൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികൾക്കുള്ള തിരഞ്ഞെടുപ്പും നടത്തി. പ്രസിഡന്റായി രവീന്ദ്രൻ കരവട്ടിനെയും സെക്രട്ടറിയായി അനിൽ പുളിപ്പറമ്പിലിനെയും കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. യൂണിയൻ സെക്രട്ടറി TK രവീന്ദ്രനായിരുന്നു മുഖ്യ വരണാധികാരി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ബുധനാഴ്ച രാവിലെ 9:30 സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തും. പരിപാടി മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ PP ടെസി, സീനിയർ അധ്യാപകരായ TF റോസ്ലി, NA ബീനദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കൊടിയേറും. അന്നേ ദിവസം വൈകിട്ട് 7:30 ചലച്ചിത്ര പിന്നണി ഗായകർ അണിനിരക്കുന്ന സംഗീതരാത്രി അരങ്ങേറും. ചലച്ചിത്ര സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നി ശോഭ രവീന്ദ്രൻ ഭദ്രദീപം തെളിയിക്കും. രാത്രി കൊടിപ്പുറത്ത് വിളക്കെഴുന്നള്ളിപ്പിന് പെരുവനം പ്രകാശൻ മാരാർ മേളപ്രമാണിയാകും. മാതാവിന് കാണിക്കയായി സുരേഷ് ഗോപിയുടെ വക പൊൻകിരീടം. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് സ്വർണ്ണ കിരീടം വഴിപാടായി നൽകിയത്. മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് കിരീടം സമർപ്പിച്ചത്. ലൂർദ് കത്തീഡ്രൽ പെരുന്നാളിനെത്തിയ സമയത്ത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിലെ കിരീടം ഇളകിയിരിക്കുന്നത് കണ്ട സുരേഷ് ഗോപി തന്നെയാണ് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ സന്നദ്ധത അറിയിച്ചത്. പിന്നീട് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി അനന്തൻ ആചാര്യക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷ് ചേട്ടന് എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസമോ മറ്റോ ആയിട്ടുള്ളൂ. അദ്ദേഹം ഇത് പള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു കിരീടം വേണം, ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വയ്ക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര സമയം എടുത്തു ശരിക്കും ഇത് ചെയ്യാൻ? 17 ദിവസത്തോളം എടുത്തു. ഇവിടെ വന്ന് അളവെടുത്തതിന് ശേഷം ഇവിടെ ആദ്യം വന്ന് നമ്മൾ അളവെടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത്. അത് അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച് സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു. 2 ആഴ്ചയിലധികം സമയമെടുത്താണ് കിരീടം നിർമ്മിച്ചത്. തുടർന്ന് കുടുംബസമേതം ലൂർദ് പള്ളിയിലെത്തി മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ കിരീടം അണിയിച്ചു. വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു കിരീട സമർപ്പണം. 17-ന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ മാർ റാഫേൽ തട്ടിലിന് തൃശൂർ അതിരൂപത ദർശന സമൂഹം ആശംസകൾ അറിയിച്ചു. തൃശൂർ വ്യാകുലമാതാവിൻ ബസലിക്കയിൽ വെച്ച് നടന്ന തൃശൂർ അതിരൂപതയുടെ സ്വീകരണ ചടങ്ങിൽ വെച്ചായിരുന്നു അതിരൂപത ദർശന സമൂഹം മേജർ ആർച്ച് ബിഷപ്പിനെ ആദരിച്ചത്. അതിരൂപത ദർശന സമൂഹത്തിന് വേണ്ടി പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, സെക്രട്ടറി CC വിൻസെന്റ് എന്നിവർ പൂച്ചെണ്ടുകൾ നൽകി ആശംസകൾ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 46,520 രൂപയാണ്. പവന് 120 രൂപയാണ് തിങ്കളാഴ്ച വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 5,815 രൂപയിലെത്തി. ശനിയാഴ്ച 46,400 രൂപയായിരുന്നു വില. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ വില കുറയുന്നതാണ് കണ്ടത്. എന്നാൽ വാരാന്ത്യത്തോടെ വില ഉയരാൻ തുടങ്ങി. പുതിയ ആഴ്ചയിലെ ആദ്യ ദിനത്തിലും വില കുതിക്കുകയാണ്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ 9 ITIകളിലേക്ക് അപ്രന്റീസ് ക്ലർക്കുമാരെ നിയമിക്കുന്നതിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിരുദവും DCA, COPA, മലയാളം കമ്പ്യൂട്ടിംഗ് വിജ്ഞാനവും. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും. 1 വർഷമാണ് പരിശീലന കാലാവധി. താൽപര്യമുള്ളവർ ബയോഡാറ്റ ഉൾപ്പെടെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ 680003 എന്ന വിലാസത്തിൽ ജനുവരി 25-ന് വൈകിട്ട് 5-നകം ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0487236031. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5,815 രൂപ, പവന് 46,520 രൂപ.
നന്ദിക്കര കുണ്ടായി ഗംഗാധരൻ ഭാര്യ സരോജിനി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജിത്, സന്തോഷ്, സജിത, സന്ധ്യ എന്നിവർ മക്കളും വിജി, ധന്യ, ലഘുലാൽ, പരേതനായ ഷാജൻ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ ചിറ്റിലപ്പള്ളി പരേതനായ ലോനപ്പൻ ഭാര്യ റോസി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനി, വിമല, ബാബു, ഷാജു, ഷൈജ, പരേതനായ കൊച്ചാപ്പു എന്നിവർ മക്കളും ജോസ്, മോൻസി, ലൂസി, മിനി, കുര്യൻ, പരേതനായ വിൽസൺ എന്നിവർ മരുമക്കളുമാണ്. വെള്ളാനിക്കോട് കൊടകരക്കാരൻ വിൽസൺ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ. അൽഫോൻസയാണ് ഭാര്യ. രഹന, രഞ്ജു എന്നിവർ മക്കളും ലിജോ മരുമകനുമാണ്. മണ്ണമ്പേട്ട മാത ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക മഞ്ഞളി അന്നംകുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9:30 മണ്ണമ്പേട്ട പരിശുദ്ധ മനോത്ഭവ മാതാവിൻ പള്ളിയിൽ. പരേതനായ ദേവസിക്കുട്ടിയാണ് ഭർത്താവ്. ഉഷ, ഷീല, ജോഷി എന്നിവർ മക്കളും ജോർജ് ചുങ്കത്ത്, മിനി കാളിയാടൻ, പരേതനായ തോമസ് കാട്ടുമാൻ എന്നിവർ മരുമക്കളുമാണ്. കൊടകര കനകമല അമ്പാട്ടുപറമ്പിൽ കൃഷ്ണൻ മകൻ ദിലീപ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9:30 വീട്ടുവളപ്പിൽ. സ്വപ്നയാണ് ഭാര്യ. മക്കൾ അനന്തകൃഷ്ണൻ, പാർവതി, നന്ദന. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ആഘോഷമായി പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം. വർണ്ണക്കാഴ്ചയായി കാവടിയാട്ടം. പുതുക്കാട് അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ തിരുനാൾ ഈ മാസം 22-ന്. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.